പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്യുന്ന കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം ഉടമാക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുശടയാളത്തിൽ ദൈവശക്തിയാൽ ഞാൻ മക്കളെ ആശ്വസിച്ച് പ്രാർത്ഥിക്കും. ഇപ്പോൾ നീ എൻ്റെ മനസ്സിൽ തോന്നിക്കണത് വിവാഹത്തിന് വേണ്ടി മനസ്സമ്മതം നടത്താൻ പോകുന്നവരും അതുപോലെ തന്നെ വിവാഹത്തിൻ്റെ ആലോചനകൾക്ക് വേണ്ടി മക്കളുടെ ജീവിത പങ്കാളികൾക്ക് വേണ്ടി ഉഴറി നടക്കുന്നവരും അവരുടെ ഒരു പരിശ്രമങ്ങളെ അവർക്ക് എബ്രാഹത്തിൻ്റെ മകനെ അനിയുക്തയായ ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്താൻ വേണ്ടി നീ ഫൃത്തിന് അയച്ചതുപോലെ കർത്താവെ ജീവിത പങ്കാളി അന്വേഷിക്കുന്നവർക്ക് യഥാകാലങ്ങളെ കണ്ടെത്താൻ വേണ്ടി എന്നെ കണ്ടെത്താൻ നീ ഇടയാക്കുമെന്ന് പറഞ്ഞതുപോലെ കർത്താവ് ദൈവത്തെ കണ്ടെത്തുന്ന പോലെ ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർ അന്വേഷിക്കുകയും കണ്ടെത്തുമെന്നാണ് നീ പറഞ്ഞല്ലേ കർത്താവ്. അവർക്കെല്ലാം കണ്ടെത്തലിൻ്റെ ആശീർവാദം നൽകണം പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ഏതെല്ലാം വിഷയങ്ങൾക്ക് വേണ്ടി ആരെല്ലാം പേടിക്കുന്നുണ്ടെങ്കിൽ ഈശോയെ അവരെ നീ ബ്ലോക്ക് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അങ്ങനെ വിശ്വസിക്കുന്നവർ ഒരു മനുഷ്യനെയും പേടിക്കരുത് ഈശോയെ. ആ രീതിയിൽ അവർക്ക് ആത്മവിശ്വാസവും ആന്തരിക ശക്തിയും നൽകണം പ്രാർത്ഥിക്കുന്ന ഈശോയെ. ഓരോരോ കാര്യങ്ങൾക്ക് വീട് വെക്കാൻ പോകുന്നവർ, സ്ഥലം വാങ്ങാൻ പോകുന്നവർ, പെണ്ണ് കാണാൻ പോകുന്നവർ, പുരുഷൻ്റെ മകളുടെ കെട്ടാനുള്ള ചെറുക്കൻ്റെ വീട്ടിൽ പോകുന്നവർ, അവിടെയൊക്കെ സംസാരങ്ങളിലൊക്കെ പലപ്പോഴും പെശകി വരികയും നല്ലത് നഷ്ടപ്പെടുകയും അവൻ്റെ പിശാചികർ പ്രവർത്തിക്കുകയും സാത്താനെ അവസരം കൊടുക്കുകയും സ്വന്തം കോയ്മകൾ പറയുകയും അതിൻ്റെ പേരിൽ തല്ലിപ്പിരികയും ഇങ്ങനെ ഉണ്ടാകുന്ന കർത്താവ് പിശാചിൻ്റെ അവസരങ്ങളെല്ലാം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ അന്നു വേണ്ട ആഹാരത്തിനായി നിൻ്റെ എല്ലാ ഉദ്യമങ്ങളെയും കർത്താവ് ആശീർവദിക്കട്ടെ. നീ ആശ്രയം വെച്ചിരിക്കുന്നവർ അതിൽ നിന്ന് സ്കിപ്പായി പോകാതിരിക്കാൻ വേണ്ടി യേശുക്രിസ്തു നാമത്തെ ഞാൻ ബന്ധിക്കുന്നു. Lord Jesus Christ, pour out His Spirit, touch with the fire finger, suck with the precious blood. The authority of the Catholic Church with the power of Jesus Christ, with the miracles of the Holy Priesthood, I bless her. Hallelujah. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നമ്മൾ പറയാം മനുഷ്യനായാൽ അങ്ങനെയൊക്കെയാണെന്ന് പറയാം. മനുഷ്യനായാൽ
കുറേ നന്മ ഉണ്ടാകും, കുറേ തിന്മ ഉണ്ടാകും എന്ന് പറയും. ഈ മനുഷ്യനായാൽ എന്നുള്ള സംഭവത്തിന് അങ്ങനെയുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്, ഡ്യൂപ്ലിസിറ്റി എന്ന് പറയുന്നത് നമ്മൾ. ഈ ഡ്യൂപ്ലിസിറ്റി ബൈബിള് സീറോ ടോളറൻസാണ്, അതിനോട് യോജിക്കണില്ല. ഇത് വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമാണ്. ഇതിനാണ് തിരിച്ചറിക്കാട് ഇറക്കിയിരിക്കുന്നത്. നല്ല മരത്തിൻ്റെ തിരിച്ചറിക്കാട്, നല്ല ഫലത്തിൽ നിന്ന് മരത്തെ തിരിച്ചറിയാവുന്നല്ല പറയണത്. മത്തായി 12:33. ഒന്നുകിൽ വൃക്ഷം നല്ലത്, ഒന്നുകിൽ വൃക്ഷം നല്ലത്, ഫലവും നല്ലത്, ഫലവും നല്ലത്, അല്ലെങ്കിൽ വൃക്ഷം ചീത്ത, വൃക്ഷം ചീത്ത, ഫലവും ചീത്ത. ഫലവും ചീത്ത. എന്തെന്നാൽ ഫലത്തിൽ നിന്നാണ് വൃക്ഷത്തെ മനസ്സിലാക്കുന്നത്. പലരും ദൈവത്തെ ഉപേക്ഷിക്കുന്നതും ദൈവത്തിൻ്റെ വഴിയെ നടക്കാൻ പേടിക്കണതും അല്ലെങ്കിൽ സൗകര്യപൂർവ്വം അത് ഒഴിവാക്കുന്നതിൻ്റെ കാര്യം ലോകാരൂപിയാണ്. അവിടെ സ്ഥാനം പോവും, അല്ലെങ്കിൽ അവരുദ്ദേശിക്കുന്ന പോലുള്ള സൂത്രപ്പണികളിലൂടെ 10 പൈസ ഉണ്ടാക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവർ നിശ്ചയിക്കുന്നത് മനുഷ്യൻ്റെ അംഗീകാരം കിട്ടാൻ വേണ്ടി എന്ത് കൂതറ വർത്തമാനം പറയാൻ പറ്റത്തില്ല. ഇപ്പം എന്തുമാത്രം കൂതറ വർത്തമാനം ആൾക്കാർ പറയുന്നത്. ഇപ്പം ഞാനൊരു TV ചാനലിൽ ശ്രദ്ധിച്ചപ്പോൾ എന്താണ് ഗേ പുരുഷരതിക്കാർ വന്നിട്ട് സംസാരിക്കുകയാണ്. ആ പുരുഷരതിക്കാരെ അംഗീകരിച്ചുകൊണ്ട് ആയിരക്കണക്കിന് കമൻസാണ് താഴെ കിടക്കുന്നത് മുഴുവനും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഇപ്പം ഈശോ പറയും അത് ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ അറിയാമെന്ന് പറയും. അവരുടെ വോട്ട് വേണവരും അല്ലെങ്കിൽ അവരുടെ കൂടി അപ്ലോസ് കിട്ടുന്നവരും അവരെ കൂടി ഉൾക്കൊണ്ടേ സംസാരിക്കത്തുള്ളൂ. അപ്പോഴും ദൈവത്തെ അവർ സൗകര്യപൂർവ്വം ഒഴിവാക്കും. കാര്യം ദൈവം ഡയറക്റ്റ് ഒരു മനുഷ്യനെ അറ്റാക്ക് ചെയ്യാത്തത് കൊണ്ട്, അതുകൊണ്ട് ഡയറക്റ്റ് അവർ ഇക്കണോമിക്കായിട്ട് സേഫ് ആയതുകൊണ്ടും ആരോഗ്യമായിട്ട് സേഫ് ആയതുകൊണ്ടും ഈ ലോകത്ത് അപ്പം ഈ ജീവിതം, അതാണ് ഈ ജീവിതം എന്ന് പറയുന്നത്. 1 Corinthians 15:19. ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിട്ടുള്ളവരാണെങ്കിൽ ഇപ്പം ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിട്ടുള്ളതാണെങ്കിൽ സകല മനുഷ്യരേക്കാൾ അവർ ഹതഭാഗ്യരാണെന്നാണ് സെന്റ് പോൾ പറയണത്. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ള പലപ്പോഴും, ഞാൻ പോളിനേക്കാൾ വലിയ ആളാണെന്നല്ല പറയണത്, നമ്മൾ പ്രായോഗികമായിട്ട് ആൾക്കാർ ഡീല് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന സത്യം, ഈ ജീവിതത്തിന് വേണ്ടി മാത്രം പ്രത്യാശ വെച്ചിട്ടുള്ള ആളിനെ ക്രിസ്തുവിൽ പ്രത്യാശ വെക്കാൻ പറ്റത്തില്ല. അതാണ് നമ്മൾ പ്രായോഗികമായിട്ട് കാണുന്നത്. ഈ ജീവിതവും ആ ജീവിതത്തിനെ ദൈവതുല്യമായിട്ട് കാണുകയും ക്രിസ്തുവിനെയും ഉൾക്കൊള്ളുകയും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ഒരു ത്രൈവ് നമ്മുടെ ഭാഗത്ത് നിന്ന് എപ്പോഴും ഉണ്ടാകും. അതുകൊണ്ടാണ് ദൈവത്തെയും മാമോനെയും. മത്തായി 6:24. 2 യജമാനന്മാരെ സേവിക്കാൻ. അതിന് ഈശോ 2 യജമാനന്മാരെന്നാണ് പറയണത്. രണ്ട് യജമാനന്മാരാണ്. ഒന്ന് ലോകം, അല്ലെങ്കിൽ ഒന്ന് പൈശാചികമായിട്ടുള്ള തിന്മകൾ, ഒന്ന് ദൈവത്തിൻ്റെ കാര്യങ്ങൾ. ഇപ്പോൾ 2 യജമാനന്മാരെ ഒന്നിച്ച് സേവിക്കാൻ ആൾക്കാരെപ്പോഴും ശ്രദ്ധിക്കണ ഇതാണ്. അതുകൊണ്ടാണ് അതേ എന്ന് ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടില്ലേ, അതേ എന്ന് ആയിക്കട്ടെ, അല്ലെങ്കിൽ അല്ലെന്ന് ആയിക്കട്ടെ, ഇത് പുറത്തു വരുന്നത് പിശാചിൽ നിന്ന് വരുന്നതാണ്. അതുകൊണ്ട് 2 യജമാനന്മാരെ സേവിക്കുക സാധ്യമല്ല. ഇതേ ഒരു ഐഡിയ ആണ് ഈശോ ഒരു വാട്ടർ ടൈറ്റായിട്ട് കമ്പാർട്ട്മെൻ്റലൈസ് ചെയ്തിരിക്കണം ഈ വിഷയത്തിന്. പക്ഷേ നല്ല വൃക്ഷമെങ്കിൽ നല്ല വൃക്ഷം, നല്ല ഫലം; ചീത്ത വൃക്ഷമെങ്കിൽ ചീത്ത ഫലം. ഇപ്പം നല്ല വൃക്ഷത്തിൽ ചീത്ത ഫലം കാണാൻ പറ്റത്തില്ല. ചീത്തയായതുകൊണ്ടാണ് നല്ല വൃക്ഷത്തിലെന്ന് പറഞ്ഞിട്ട് പിന്നെ ചീത്ത ഫലം ദൈവം പ്രതീക്ഷിക്കണില്ല. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാ മറിയത്തിൽ നിന്ന് പിറന്ന്
പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. വാഗ്ദാനത്തിലുള്ളതാണ്. അതാണ് ലൂക്ക 6, മത്തായി ശ്ലീഹ 6:32-33. എന്നുവെച്ചാൽ പുതിയൊരു വഴി വരികയാണ്. പുതിയ വഴി വെട്ടി വഴി വന്ന് റോഡായി. അത് പക്ഷേ അവർ ഒരു ഡിമാൻഡ് പറഞ്ഞു, വർഗീസ് എന്നാണ് നിങ്ങളുടെ കേസ് തീരണത് അന്ന് നിങ്ങൾ വഴി ചേഞ്ച് ചെയ്ത് തരണം. നിങ്ങൾ ആ വഴി എടുത്തിട്ട് ഞങ്ങൾ തന്ന വഴി ഇങ്ങോട്ട് തിരിച്ചു തരണം. അത് ഒരു പുരേടവാണ്. അത് നല്ല കുറേ സെൻറ്റ് വഴികളാണ്. അപ്പോൾ അതെന്താ സംഭവിച്ചാൽ ഉടനെ അതോടുകൂടി വർഗീസ് പറയുകയാണ്, അത് വന്നോടുകൂടി കേസ് ജയിക്കുകയും ചെയ്ത് ആ വഴി പഴയ വഴി ഞങ്ങൾ കിട്ടുകയും ചെയ്തു. ഇനിയിപ്പോൾ എക്സ്ചേഞ്ച് ചെയ്യണ പ്രശ്നം മാത്രമേ ഉള്ളൂ. ഇത് പെട്ടെന്നാണ് ഈ സംഭവം. ഈ വർഗീസിന് ഈ ഉടമ്പടിയിൽ 1 കൊല്ലമായിട്ട് ഇത് വർക്ക് ചെയ്യണില്ല. ഈ 1 കൊല്ലമുള്ള ഈ മനുഷ്യൻ ഉടമ്പടി എടുത്ത് മുട്ടപ്പം വെള്ളത്തിൽ നീന്തി പോകുമ്പോൾ അവസാനം ആ വിശ്വാസമുണ്ട്, പ്രത്യാശയുണ്ട്. പക്ഷേ എന്ത് ചെയ്ത് ആ ഒരു 3ാമത്തെ ഘടകമുണ്ട്, സ്നേഹം, ദൈവസ്നേഹം എന്ന് പറയും. ആ സ്നേഹത്തിനോട് വന്ന് അമ്മയോട് പറയണം, അമ്മയെ ഉടമ്പടി എടുത്തിട്ട് 1 കൊല്ലമായി, ഇപ്പോഴും ഞാൻ മുട്ടപ്പം വെള്ളത്തിൽ നീന്തുകയാണ്. അമ്മ എന്തെങ്കിലും ഒരു മരകൃതി ചെയ്യണം, ചെയ്തേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ജീവിക്കാൻ പറ്റത്തില്ല. ഇതാണ് പ്രാർത്ഥന എന്ന് പറയണത്. പ്രാർത്ഥന വാരിക്കെട്ടി പറയണതല്ല. നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്താണ് അത് ദൈവത്തോട് അതേ സ്നേഹത്തോടെ പറയാൻ കഴിയണം. അപ്പോൾ ഇതിൻ്റെ ഈ ഉടമ്പടിയിലെല്ലാം ഇപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു എൻ്റെ മക്കളോട്. ഉടമ്പടി വാഗ്ദാനമാണ്, വാഗ്ദാനം പ്രാപിക്കുന്ന പ്രാർത്ഥനയാണ്. പ്രാപിക്കാൻ വേണ്ടി ഒരു വ്യക്തിക്ക് വേണ്ടത് എന്തൊക്കെയാണ്? വിശ്വാസം വേണം, പിന്നെന്താണ്? പ്രത്യാശ വേണം, പിന്നെ വേണമെന്നല്ല, ഇതൊക്കെ പ്രഖ്യാപിക്കണം നമ്മൾ. അവരിപ്പോൾ എന്താണ് അവർ ചെയ്തത്? ഷേളി എന്താ ചെയ്തത്? അലൻ രാജിൻ്റെ സ്വന്തം മകൻ്റെ പോക്കറ്റിലേക്ക് മാതാവിൻ്റെ മുഖം നെഞ്ചോട് ചേർത്ത് ഹൃദയത്തിലേക്ക് തിരിച്ചു വെച്ചു. എന്താണ്? അതിൽ വിശ്വാസമുണ്ട്, അതിൽ ആക്ഷൻ, വെരി ആക്ഷൻ. കാരണം ഈ നമുക്ക് വിശ്വാസമുണ്ട്, പ്രത്യാശയുണ്ട്, ദൈവസ്നേഹമുണ്ട്, പറഞ്ഞു ഉള്ളിൽ നടന്നുകൊണ്ടൊരു കാര്യമില്ല. ഇതെല്ലാ സാധനവും പ്രഖ്യാപിക്കേണ്ടതാണ്. പ്രഖ്യാപിക്കണം. പ്രഖ്യാപിച്ച് കഴിയുമ്പോഴാണ് വിശ്വാസം പ്രത്യാശ ഏറ്റുപറയുകയാണ് ചെയ്യണത്. പ്രത്യാശ ഏറ്റുപറയുകയാണ് ചെയ്യണത്. വിശ്വാസം പ്രഖ്യാപിക്കും, സ്നേഹം പ്രകടിപ്പിക്കും. ഇങ്ങനെ 3 പ്രോസസ്സിലാണ് ഇത് വർക്ക് ചെയ്യണം. വിശ്വാസം പ്രഖ്യാപിക്കും. അപ്പോൾ ഉപ്പ് കൊണ്ട് ആ വെള്ളത്തിലിടുമ്പോൾ വിശ്വാസം പ്രഖ്യാപിക്കുകയാണ്. പക്ഷേ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അതിൻ്റെ തന്നെ ഒരു പ്രത്യാശ ഏറ്റുപറയുന്ന ഒരു വിഷയമുണ്ട്. ഒരു പ്രത്യാശ ഏറ്റുപറയും. പിന്നെ എന്താണ്? വന്ന് പ്രാർത്ഥിക്കുമ്പോൾ സ്നേഹത്തോടെ പ്രാർത്ഥിക്കും. അപ്പം അത് തന്നെയാണ് ഷേളി ചെയ്തത്. മകൻ്റെ നെഞ്ചിൽ കാശുരൂപം അവൻ്റെ പോക്കറ്റിലിട്ട് മാതാവിൻ്റെ മുഖം അവൻ്റെ നെഞ്ചിനോട് ചേർത്ത് വെക്കുമ്പോൾ ആ ഒരു ബന്ധമുണ്ട്. ഈശോ പറഞ്ഞ ഒരു ബന്ധമാണത്. ഈശോ എന്താ പറഞ്ഞത്? നിങ്ങൾ എൻ്റെ വചനം നിങ്ങൾ നിലനിൽക്കണം. അപ്പോൾ എന്നാ സംഭവിക്കണത്? നിങ്ങൾക്കിഷ്ടമുള്ളത് ചോദിക്കാം. അത് നിലനിൽക്കണേ എങ്ങനെയാണ്? സ്നേഹത്തിലാണിത് സംഭവം നിലനിൽക്കുന്നത്. വചനം. കാരണം സ്നേഹമില്ലെങ്കിൽ ഈ വചനം നിലനിൽക്കത്തില്ല. വചനം ഉണ്ടാകും, നിലനിൽക്കത്തില്ല. ഇപ്പോൾ 15:7 ഈ യോഹന്നാൻ്റെ സുവിശേഷമില്ലേ? യോഹന്നാൻ്റെ 15:7 ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ.
നിങ്ങൾ എന്നെ വസിക്കുകയും എന്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. അതെന്ത്? അപ്പൊ ഈശോ എന്താ പറയണത്? നമുക്ക് ഇഷ്ടമുള്ളത് ചോദിക്കാം. അതായത് ഇന്ന കാര്യങ്ങളെന്നല്ല, അതായത് അത് നമുക്ക് എന്താണ് അവിടെ ഒരു വിഷയം വന്നിരിക്കുന്നത്. അതായത് വേറെ ഒരു സാക്ഷ്യം, ഷൈനി ബെന്നി യുടെ സാക്ഷ്യം തൊടുപുഴ, ഷൈനി ബെന്നിയുടെ സാക്ഷി ഈ ആഴ്ചയിലുള്ളതായിരുന്നു. അത് സാക്ഷ്യം ഇതാണ്, അവർ ഉടമ്പടി ധ്യാനം യൂട്യൂബിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യൂട്യൂബിൽ ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അവർ ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് അവർ ആ വചനത്തിൽ നിലനിൽക്കുക. അവർ പറയുന്നത് 10 കൊല്ലമായിട്ട് ഞങ്ങളുടെ കുടുംബത്തിൽ കുടുംബ പ്രാർത്ഥന എന്ന് പറഞ്ഞ സംഭവമില്ല. 10 കൊല്ലമേ. ഞാൻ ഞെട്ടിപ്പോയി. അതായത് പ്രത്യേക സാഹചര്യത്തിൽ, അതായത് ഒരിക്കൽ കുടുംബ പ്രാർത്ഥന അല്ലെങ്കിൽ ഞായറാഴ്ച കുർബാനയൊക്കെ മുടങ്ങിയാൽ അത് വീണ്ടും വീണ്ടും മുടങ്ങാനുള്ള സാധ്യത കൂടിക്കൊണ്ടേയിരിക്കും. അതെന്താ കാരണം? അതെന്താ കാര്യം? ഹാർട്ട് അറ്റാക്ക് വരുന്നവർക്ക് ഇടയ്ക്കൊക്കെ പിന്നെയും വരാൻ സാധ്യതയുണ്ട്. ഇതുപോലെ തന്നെ എന്തെങ്കിലും രോഗത്ത് നമ്മൾ ചെന്ന് പെട്ടാൽ, പ്രഷർ വേരിയേഷനിൽ വന്നു കഴിഞ്ഞാൽ അത് കറക്റ്റ് ചെയ്ത് നിന്നില്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവും. ഇതുപോലെ കുടുംബ പ്രാർത്ഥന പോയാൽ ആ കുടുംബത്തിൻ്റെ ആത്മീയ പ്രഷർ വേരിയേഷൻ വന്നു. പിന്നെ എന്താണ്? നമ്മൾ എത്രയും എമർജൻസി ആയിട്ട് നമ്മളത് നോർമലാക്കണം. അല്ലാതെ എപ്പോഴെങ്കിലും കുടുംബ പ്രാർത്ഥന ചെല്ലാഞ്ഞിട്ട് പിന്നെ എല്ലാ ലോകത്തുള്ള ആൾക്കാരെല്ലാം കുടുംബ പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് ജീവിക്കണത് എന്ന് പറഞ്ഞാൽ നിൻ്റെ കാര്യത്തിൽ അപ്പം തീരുമാനമാകും. കാര്യം അതിൻ്റെ അകത്ത് വെച്ചാൽ ഞാൻ പണ്ടേ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ചതഞ്ഞു പോയി ഞാങ്കണ ഒരിക്കലും കുടിക്കാൻ നിൽക്കരുതെന്ന്. അത് കർത്താവ് പറഞ്ഞതാണ്. ശരിക്കും പറഞ്ഞാൽ മനുഷ്യൻ്റെ ഉള്ളിൽ ഉടനെ നെഗറ്റീവാണ് കയറി വരണത്. കാര്യം ആത്മീയമായിട്ട് ജീവിക്കാൻ വലിയ പാടാണ്. അതിന് വില കൊടുക്കണം. എന്താ കാര്യം വെച്ചാൽ നമ്മൾ വിലക്ക് വാങ്ങിയ ആൾക്കാരായത് കാരണം തന്നെ ദൈവത്തിന് മുതൽ മുടക്കുണ്ട്. അപ്പോൾ ദൈവത്തെ കൂടെ നിർത്താൻ നമുക്ക് മുതൽ മുടക്കുണ്ടാകും. ശ്രുതികട ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഈശ്വര ആരാധന. തിരുവത്താഴ മേശയിൽ സംഭാവന, തിരുവത്താഴ മേശയിൽ സംഭാവന. ഓ ദിവ്യമാ സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ. കർത്താവിൻ്റെ വചനത്തിൻ്റെ ഒരു നിലപാട് കണ്ട ഒന്ന് കുറേ സാറേ 20 എന്താണ്? നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ്. അതിൻ്റെ കൂടെ ഉള്ള വചനം എന്താണ്? ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. അപ്പം ദൈവത്തെ മഹത്വപ്പെടുത്താൻ പറ്റിയ ഏറ്റവും വലിയ നമ്മുടെ കയ്യിലുള്ള മെയിൻസ് എന്താണ്? ശരീരമാണ്. എനിക്കൊരു കുഴപ്പമില്ലാന്ന് ഡോക്ടർമാർ പറഞ്ഞു. പിന്നെ മോൾക്ക് വയറുവേദനയായിട്ട്, മോള് ചെന്നൈയിലായിരുന്നു, വയറുവേദനയായിട്ട് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് കിഡ്നി സ്റ്റോണാണ്, സ്കാൻ ചെയ്യേണ്ട വരും എന്ന് പറഞ്ഞ് മരുന്ന് കൊടുത്തു. ആ മരുന്ന് തീർന്നിട്ടും വയറുവേദന മാറണ്ടായിരുന്നില്ല. അപ്പോൾ പിറ്റേ ദിവസം സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറായിരിക്കുമ്പോൾ അന്ന് രാത്രി ഞാൻ 21 പ്രാവശ്യം പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചു. അന്നേരം പിറ്റേ ദിവസം മോള് ജോലിക്ക് പോയി. അവളിതൊന്നും ഓർത്തില്ല, അവളുടെ വയറുവേദന മാറിയിട്ടുണ്ടായിരുന്നു. ഞാൻ വിളിച്ചു ചോദിച്ചപ്പോഴാണ് അവൾ അയ്യോ ഞാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ഡോക്ടറെ ഒന്നും കാണണ്ട, സ്കാൻ ചെയ്യേണ്ട, മാതാവ് മാറ്റി തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ ഹസ്ബൻഡിന്
കമ്പനിയിൽ പോയിക്കൊണ്ടിരുന്ന കമ്പനിയിൽ ഓർഡർ കുറവാണ്. അപ്പോൾ ഇനി മാർച്ച് വരെ മാത്രമേ ജോലി ഉണ്ടാവുള്ളൂ, വേറെ ജോലി നോക്കിക്കൊള്ളാൻ പറഞ്ഞു. അപ്പം മാതാവിനോട് നന്നായിട്ട് പ്രാർത്ഥിച്ചു. മാർച്ച് 31 തന്നെ വേറെ ഇതിൽ നല്ലൊരു കമ്പനിയിൽ ഹസ്ബൻഡിന് ജോലി കിട്ടി. ഇത്രയും നല്ല ഉപകാരങ്ങൾ ചെയ്തു തന്ന, അനുഗ്രഹങ്ങൾ ചെയ്തു തന്ന മാതാവിനും തിരുക്കുമാരനും ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു. ഈശോ മിശിഹായെ സ്തുതിയായിരിക്കട്ടെ. അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി ഞാൻ ആദ്യമായിട്ട് പറയുകയാണ്. എൻ്റെ പേര് ജെൻസി, ഞാൻ മുണ്ടക്കയത്തുനിന്ന് വരുന്നു. ഇതെൻ്റെ മോൻ അലൻ. ഞാൻ 2019 മാർച്ച് 13 ഇവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഇതിന് ശേഷം 14/9/2019 17/4/2021 ഞാൻ ഇവിടെ ആൾത്താരയിൽ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ഇതെൻ്റെ 3ാമത്തെ സാക്ഷ്യമാണ്. ഇപ്പോൾ ഞാൻ ആദ്യം സാക്ഷ്യം പറയുന്നത് എൻ്റെ കുഞ്ഞിൻ്റെ കാര്യമാണ്. ഇവന് 5 വർഷമായിട്ട് വയറുവേദനയായിരുന്നു. വയറുവേദന വന്നു കഴിഞ്ഞാൽ അവന് നേരെ നിൽക്കാനോ ഒന്നും പറ്റിയല്ല. ഛർദിലും ഉരുണ്ടും മറിഞ്ഞു കിടക്കുന്ന ഒരവസ്ഥയായിരുന്നു. പലപ്പോഴും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സ്കാനെല്ലാം ചെയ്തു. പക്ഷേ ഡോക്ടർമാർക്കൊന്നും എന്താണെന്ന് അവന് അസുഖമൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അങ്ങനെ കഴിഞ്ഞിടയ്ക്ക് ഞങ്ങൾ വന്ന് അച്ഛനെ കാണുകയും അച്ഛൻ ഇവനടുത്ത് മുട്ടയിൽ നിന്ന് വയറ്റിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിനുശേഷം ഇതുവരെ അസുഖം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതിന് മുമ്പായിട്ട് എനിക്ക് മാതാവിൻ്റെ ഒരു ദർശനമുണ്ടായിരുന്നു. ഇവിടെ കോവിഡ് കാലത്ത് ഞാൻ മുമ്പിലത്തെ സാക്ഷ്യത്തിൽ പറയാൻ വിട്ടുപോയതാണ്. കോവിഡ് കാലത്ത് സന്ധ്യാസമയത്ത് കൃപാസനത്തിൽ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ മാതാവ് എൻ്റെ വീട്ടിൽ വന്ന് സെറ്റിയിലിരിക്കുന്നതായിട്ടും മാതാവിൻ്റെ ഇടത് കാല് കുറച്ചൊന്ന് പൊക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ നിലത്തിരുന്ന് മാതാവിൻ്റെ മടിയിൽ തല വയ്ക്കുകയും മാതാവ് കൈകൊണ്ട് എൻ്റെ തലയിൽ ഇങ്ങനെ തലോടുന്നതായിട്ടൊരു ദർശനം എനിക്ക് കാണാൻ സാധിച്ചു. അതിന് ശേഷമാണ് എൻ്റെ കുടുംബത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ നടന്നത്. അപ്പം അതിനുശേഷം ഇതുവരെ കുഞ്ഞിന് വയറുവേദന ഉണ്ടായിട്ടില്ല. 2ാമത്തെ അത്ഭുതം എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ കഴുത്തിന് പുറകിൽ ഒരു ചെറിയൊരു മുഴ പോലെ ഉണ്ടായിരുന്നു. 2 ദിവസം ഞങ്ങൾ ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിച്ചു. 3ാമത്തെ ദിവസമായപ്പോഴേക്കും അത് കാണാനില്ലാതായി. അടുത്തൊരു സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വന്തം സാക്ഷിയാണ്. എൻ്റെ മൂക്കിന് ഒരു വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. 2-3 ആഴ്ചകൾക്ക് മുമ്പായിട്ട് പ്രത്യേകമായൊരു സ്മെല്ല് മൂക്കിൽ വരികയും എനിക്ക് ശ്വാസം എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകുകയും ചെയ്തിരുന്നു. അപ്പം കഴിഞ്ഞ 19-ാം തീയതി അച്ഛൻ ഉടമ്പടി ധ്യാനത്തിൽ ഇങ്ങനെ പറഞ്ഞു, മൂക്കിന് പ്രശ്നമുള്ളവർ മൂക്കിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ കൈവച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഇതുവരെ എനിക്ക് ആ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. പിന്നെ അടുത്തൊരു സാക്ഷ്യം എന്ന് പറഞ്ഞാൽ ഞാനൊരു റിസർച്ച് സ്കോളറാണ്. അപ്പോൾ എനിക്ക് എൻ്റെ വർക്ക് വയ്ക്കുന്നതിന് ഭാഗമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അവിടെയൊക്കെ പോകുമ്പോഴെല്ലാം ഞാൻ കാശ് രൂപം കയ്യിലെടുത്തുകൊണ്ടാണ് പോകുന്നത്. അതുപോലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എപ്പോഴും ഞാൻ ചൊല്ലും. എവിടെ ബസ്സിൽ പോയാലും നടക്കുന്ന വഴിയും എപ്പോഴും ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടാണ് പോകാറ്. അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും കയറി ഇറങ്ങുമ്പോഴെല്ലാം ഞാൻ കാശ് രൂപം കൈപ്പിടിക്കും, പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലും. ഞങ്ങൾക്ക് റിസർച്ചേഴ്സിന് ഒരു വലിയ കടമ്പയാണ് പ്ലേജറിസം കടന്നു കിട്ടുക എന്നുള്ളത്. അത് 25% കൂടുതലാണെങ്കിൽ ഞങ്ങളുടെ വർക്ക് അവർ അവോയ്ഡ് ചെയ്യും. അപ്പം ഞാൻ ഇത് ചെക്കിങ്ങിന് പോയപ്പോഴേക്കും അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മേ എനിക്ക് ഒന്നും അറിയില്ല, ഞാൻ ചെയ്തതിൽ എത്രമാത്രം പ്ലേജറിസം ഉണ്ടെന്ന് അറിയില്ല. എങ്ങനെയാണെങ്കിലും അമ്മ എനിക്ക് 25% അതിൽ കൂടുതൽ ഒരിക്കലും ആക്കി തരരുത്, എനിക്ക് 25% തരണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു. കാശ് രൂപം കയ്യിലുണ്ടായിരുന്നു. എന്നാൽ റിസൾട്ട് വന്നപ്പോൾ എനിക്കത് 1% ആയിട്ട് എൻ്റെ അമ്മ കുറച്ച് തന്നു. അതെൻ്റെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതമാണ്. ഇത്രയും അത്ഭുതമാണ് ദൈവം തിരുക്കുമാരനും ഞങ്ങളുടെ കുടുംബത്തിൽ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇതിനു മുമ്പ് പറഞ്ഞതിന് സാക്ഷ്യങ്ങളിലും വളരെ വലിയ അത്ഭുതങ്ങളാണ് മാതാവും തിരുക്കുമാരനും എൻ്റെ കുടുംബത്തിന് വേണ്ടി ചെയ്തത്. എൻ്റെ പേര് ലയ. ഞാൻ ഓസ്ട്രേലിയയിലാണ്. ഞങ്ങൾ ഫാമിലി സെറ്റിൽഡ് അവിടെയാണ്. എനിക്ക് ഫെബ്രുവരി 2019 ബ്ലഡ് ക്യാൻസർ ഡയഗ്നോസ് ചെയ്തു. അപ്പോൾ എൻ്റെ ആൻറ്റി ഇവിടെ വന്ന് എനിക്ക് വേണ്ടി കൃപാസന മാതാവിൻ്റെ അടുത്ത് വന്ന് ഉടമ്പടി എടുക്കുകയും എനിക്ക് ഉപ്പും എണ്ണയും എനിക്ക് എത്തിച്ചു തരികയും ചെയ്തു. ഉടമ്പടി തൈലം എനിക്ക് എത്തിച്ചു തരികയും ചെയ്തു. പിന്നെ തിരിയും.
അങ്ങനെ ഞാൻ ഉടമ്പടി തൈലം എൻ്റെ ശിരസിൽ പുരട്ടി പ്രാർത്ഥിക്കുകയും തിരി കത്തിച്ചു വെച്ച് രാവിലെ എഴുന്നേറ്റ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ആസ്പത്രി കിടക്കയിൽ കിടന്ന് ഞാൻ ഒരു ദിവസം പോലും മുടങ്ങാതെ പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ എല്ലാം ഫലമായിട്ട് എനിക്ക് ഇപ്പോൾ ഒരു കുഴപ്പമില്ല. പറയുകയാണെങ്കിൽ എൻ്റെ എല്ലാ കാര്യങ്ങളും ഒരു ക്യാൻസറിൻ്റേതായ ഒരു സെല്ല് പോലും ഇപ്പം എൻ്റെ ശരീരത്തിലില്ല. ഡോക്ടർ പറഞ്ഞത് 18 മാസമാണ്. പക്ഷേ വെറും 8 മാസം കൊണ്ട് എൻ്റെ അസുഖം പൂർണ്ണമായും മാറി. എനിക്ക് മജ്ജ മാറ്റിവെക്കുന്ന സമയത്ത് മാതാവിനെ പോലെ, മാതാവ് തന്നെയാണത്, ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. സഞ്ചാരി മാതാവാണ് കൃപാസന മാതാവ്. അത് 100% ഞാൻ വിശ്വസിക്കുന്നു. കാരണം മദർ തെരേസയുടെ ഡ്രസ്സിൽ ഒരു കന്യാസ്ത്രീ എൻ്റെ അടുത്ത് വരികയും എനിക്ക് വിശുദ്ധ കുർബാന വേണോ എന്ന് ചോദിച്ച് ഞാൻ വേണമെന്ന് പറഞ്ഞാൽ പാതി മയക്കത്തിലാണ്. ആ സമയത്ത് ഞാനത് സ്വീകരിച്ചു. ആ സമയത്ത് എൻ്റെ ഭർത്താവ് അടുത്ത് നിന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പോൾ എന്നെ പുതപ്പിച്ചിരുന്നത് ഒരു ബ്ലാക്ക് കളറ് പതപ്പായിരുന്നു. അത് നമ്മുടെ കൃപാസന മാതാവിൻ്റെ ഗ്രേയിഷ് സിൽവർ കളറായിട്ട് മാറി. അതെൻ്റെ ഭർത്താവിനത് കാണാൻ സാധിച്ചു. ഞാൻ മയക്കത്തിലായിരുന്നു. അതിനുശേഷം എനിക്കൊരു കുഴപ്പമില്ല. പക്ഷേ റേഡിയേഷൻ കഴിഞ്ഞതിൻ്റെ ചെറിയൊരു സൈഡ് എഫക്റ്റായിട്ട് എനിക്ക് പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ ഇറങ്ങില്ലായിരുന്നു. അവിടെ അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞത് അവിടെ ചുരുങ്ങിപ്പോയിട്ടുണ്ടാകും, അതിനുള്ള സാധ്യതയുണ്ട് എന്നാണ്. ഞാനപ്പോൾ മുടങ്ങാതെ നമ്മുടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ചൊവ്വാഴ്ചകളിൽ ധ്യാനം കൂടി പ്രാർത്ഥിക്കുമായിരുന്നു. ഒരു ദിവസം പോലും ഞാൻ മുടക്കില്ലായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ ആരാധനയിൽ അച്ഛൻ പറഞ്ഞു, വിദേശത്തു നിന്നും പ്രാർത്ഥിക്കുന്ന, ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് ഇങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ ഇറങ്ങുന്നില്ല, ആ വ്യക്തിയെ തൊട്ട് സുഖപ്പെടുത്തുന്നു എന്ന്. ആ നിമിഷം മുതൽ എനിക്ക് ഭക്ഷണം കഴിക്കാൻ ഒരു കുഴപ്പമില്ല. എനിക്കിപ്പോൾ എന്ത് ഫുഡ് വേണമെങ്കിലും കഴിക്കാം. 3 yearsആയി. അപ്പോൾ മാതാവ് തന്നെയാണ് എന്നെ ഒരു സാക്ഷിയായിട്ട് എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. എന്നെ തിരുകുമാരൻ എന്നെ അനുഗ്രഹിച്ചു. ഞാനെപ്പോഴും മാതാവിൻ്റെയും തിരുകുമാരനും ഒരു സാക്ഷിയായി നിലകൊള്ളുന്നു. നന്ദി.